ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2024 ഒക്ടോബർ 10 വ്യാഴാഴ്ചയാണ്. രാവിലെ തന്നെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ശ്രീ രത്തൻ ടാറ്റ അന്തരിച്ചു എന്നുള്ളതാണ്. 1937 മുതൽ 2024 വരെയുള്ള ഒരു ജീവിതകാലം ഇന്ത്യയിൽ ശരിക്കും ഒരു വലിയ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് ആരംഭിക്കാം. പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ഇന്നത്തെ ന്യൂസ് ഹൈലൈറ്റ്സ് എന്നൊക്കെ നോക്കാം. അപ്പോൾ ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്, വ്യാഴാഴ്ചയാണ്. ദെൻ പ്രധാനപ്പെട്ട ന്യൂസ് ഇത് തന്നെയാണ്, രത്തൻ നേവൽ ടാറ്റ അന്തരിച്ചു എന്നുള്ളത്. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ദെൻ നിഫ്റ്റി 25,300 ഇന്ന് ടച്ച് ചെയ്താൽ നിഫ്റ്റി ഒരു ബുൾ റൺ കാഴ്ചവെക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഇന്ന് 25,300 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ നിഫ്റ്റിയിൽ കുറച്ച് ദിവസം ഒരു കൺസോളിഡേഷൻ വരാൻ സാധ്യതയുണ്ട്. 25,300 ശേഷമായിരിക്കാം ഒരു പ്രോപ്പർ ബ്രേക്ക്ഔട്ട് കിട്ടുക. ഇന്നലത്തെ RBI പോളിസിയുടെ ഭാഗമായിട്ട് മാർക്കറ്റ് ഒന്ന് താഴോട്ട് പോയിരുന്നു. എന്തായാലും 25,000 എന്ന ലെവലിൽ കയ്യാലപ്പുറത്താണ് നിൽക്കുന്നത്. എങ്ങോട്ടും പോവാം. ഇന്ന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 25,300 മുകളിൽ ക്ലോസിങ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിൽ നല്ലൊരു മൊമെൻറ്റം ഉണ്ടാവും, ഒരു ബുൾ റൺ ഉണ്ടാവും. അല്ലെങ്കിൽ 25,000 താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ബെയറിഷ് ഫോളും നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഇൻട്രാഡേ ചെയ്യുന്നവർക്കായിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ബ്രിട്ടാനിയ, അദാനി എൻ്റർപ്രൈസസ്, PNC ഇൻഫ്രാടെക്, TCS, GR ഇൻഫ്രാ പ്രൊജക്ട്സ്, റെയിൻ ഇൻഡസ്ട്രീസ്, ഇത്രയും സ്റ്റോക്കുകളാണ് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഗോൾഡിൻ്റെ റേറ്റ് വീണ്ടും താഴോട്ട് പോയിട്ടുണ്ട്. $2,610 എത്തിയിട്ടുണ്ട്. ക്രൂഡ് ഓയിലും കുറഞ്ഞിട്ടുണ്ട്. $76 ഉണ്ടായത് $73.61 ആയിട്ടുണ്ട്. USD INR മാറ്റമില്ലാതെ 83 രൂപ 96 എന്ന നിലയിൽ തുടരുകയാണ്. ദെൻ വോഡാഫോൺ ഐഡിയയുടെ ന്യൂസ് എന്താണ്, അതിൻ്റെ ഫൈനൽ ഡിസ്കഷൻ്റെ ഔട്ട്കം എന്നുള്ളത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ US മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷാണ്. യൂറോപ്യൻ മാർക്കറ്റും ക്ലിയർലി ബുള്ളിഷായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ചൈനയുടെ മാർക്കറ്റ് മാത്രമാണ് നെഗറ്റീവിലുള്ളത്, ബാക്കിയെല്ലാം തന്നെ പോസിറ്റീവാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ അവസാനിച്ചിരിക്കുന്നത് 25,080 ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത്. 25,200 120 പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയത്. കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് 25,201 തന്നെയാണ്. ഇന്നത്തെ ഡേ ഹൈ 216, അതേപോലെ ഡേ ലോ 192. ഇങ്ങനെ ചെറിയൊരു മുകളിലോട്ടും താഴോട്ടും പോയിട്ടുണ്ടെങ്കിലും കറൻ്റ്ലി അതൊരു ഡോജി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഓപ്പൺ ആയ സ്ഥലത്ത് തന്നെ. പക്ഷേ 120 പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആണ്. മാർക്കറ്റ് ഇന്ത്യൻ നമ്മുടെ ലോക്കൽ മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഗ്ലോബൽ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ജർമ്മനി റീറ്റെയിൽ സെയിൽസ് മന്ത് ഓൺ മന്ത്, USA കോർ ഇൻഫ്ലേഷൻ റേറ്റ്, ഈ 2 ഇവൻറ്റുകളാണ് ഇന്ന്, ഈ ഗ്ലോബൽ ഡാറ്റകളാണ് ഇന്ന് പുറത്തു വരാനുള്ളത്. ദെൻ നമുക്ക് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ TCS ഇന്നാണ്. ടാറ്റയുടെ ഡയറക്ടർ അന്തരിച്ച ദിവസം തന്നെയാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്. ഇന്ത്യൻ IREDA ഇതാരെങ്കിലും ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് ആണെങ്കിൽ അവർ ഇതൊന്ന് നോക്കിക്കോളുക. ടാറ്റയുടെ അടുത്തത് LXI, ആനന്ദരതി വെൽത്ത്, ആർക്കേഡ് ഡെവലപ്പേഴ്സ്, ഡെൻ നെറ്റ്വർക്ക്സ്, GM ബ്രീവറീസ്, ഹാത്വേ, ഭവാനി കേബിൾടെൽ ആൻഡ് ഡാറ്റാകോം, NB ഫുട്വെയർ, ഇത്രയും സ്റ്റോക്കുകളുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് ഇന്നാണ്. ദെൻ F&O ബാനിൽ വന്നിരിക്കുന്ന ബന്ധൻ ബാങ്ക്, ബി സോഫ്റ്റ്, ടാറ്റ കെമിക്കൽ, GNFC, സെയിൽ, ഗ്രാനുൾസ്, RBL ബാങ്ക്, ഹിന്ദ് കോപ്പർ, IDFC ഫസ്റ്റ് ബാങ്ക്, PNB, മണപ്പുറം, ഇത്രയും കമ്പനികളാണ് F&O ബാനിൽ വന്നിട്ടുള്ളത്. ദെൻ ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 4,562 കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3,508 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1,054 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഇന്നലെ നടന്നിട്ടുള്ളത്. ദെൻ നമുക്ക് ഇന്നലത്തെ നിഫ്റ്റിയുടെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ 25,066 ക്ലോസ് ചെയ്തു. 83 പോയിന്റ് നഷ്ടത്തിൽ 24,982 ക്ലോസ് ചെയ്തു. ദെൻ 5 ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ 1,079 പോയിന്റിൻ്റെ ഒരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ മാസത്തിൽ ഇതുവരെയായിട്ട് 807 പോയിന്റിൻ്റെ നഷ്ടമാണ് നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നത്. ദെൻ ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ CPR ആയിരുന്നു. അതേപോലെ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്നും നോർമൽ CPR ആണ്. ഇന്ന് ഇന്ത്യ വിക്സ് ഓപ്പൺ ആകാൻ പോകുന്നത് 14.12
25,500 സോറി, പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ 0.54 ആണ്. ക്ലിയർലി നമ്മുടെ മീറ്റർ കാണിക്കുന്ന പോലെ ബെയറിഷ് മോഡാണ്. 25,500 ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ള 1,37,00,000 ഇന്ന് എക്സ്പയറി ദിവസം കൂടിയാണ്. ദെൻ ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിരിക്കുന്നത് 65 ലക്ഷമാണ്. അത് 25,000 അപ്പോൾ 25,000-ൻ്റെയും 25,500-ൻ്റെ ഇടയിൽ മാർക്കറ്റ് ഒരു നെഗറ്റീവ് മൂവ്മെൻറ്റ് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഈ പുട്ട് കോൾ റേഷ്യോ എന്ന് ശരിക്കും നമ്മുടെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനെ ബാധിക്കുന്നില്ല, പക്ഷേ സൈക്കോളജിയെ ബാധിക്കുന്നതാണ്. കാരണം നമ്മളൊക്കെ എത്ര ഓരോരുത്തരും ചിന്തിക്കുന്നത് എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഹയസ്റ്റ് കോൾ റേറ്റിംഗ് നമ്മൾ നോക്കുമ്പോൾ 1,37,00,000. അപ്പോൾ ഓപ്ഷൻ റൈറ്റേഴ്സ് കൂടുതലും ചിന്തിക്കുന്നത് മാർക്കറ്റ് താഴോട്ട് പോകും എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളും അതിൻ്റെ കൂടെ നിൽക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും സ്റ്റോക്കുകളുടെ മൂവ്മെൻറ്റിനനുസരിച്ച് മാർക്കറ്റും അതിൻ്റെ വഴിക്ക് പോകും. നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ 154 പോയിൻറ്റിൻ്റെ നഷ്ടം രേഖപ്പെടുത്തി. ഫിൻ നിഫ്റ്റി 27 പോയിൻറ്റിൻ്റെ ലാഭം രേഖപ്പെടുത്തി. സെൻസെക്സ് 487 പോയിൻറ്റിൻ്റെ നഷ്ടം രേഖപ്പെടുത്തി. മിഡ് ക്യാപ്പ് 36 പോയിൻറ്റിൻ്റെ ലാഭവും രേഖപ്പെടുത്തി. ഇന്നലെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. ഒത്തിരി പേരും ഇന്നലെ നഷ്ടമാണ് ഉണ്ടാക്കി വെച്ചത്. വളരെ അപൂർവം. നേരത്തെ ട്രേഡിങ് 12 മണിക്ക് മുൻപ് ട്രേഡിങ് അവസാനിപ്പിച്ചവർ ഒരു പക്ഷേ പ്രോഫിറ്റിൽ അവസാനിച്ചിട്ടുണ്ടാകും. ബാക്കിയെല്ലാം തന്നെ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ക്ലോസ് ചെയ്തവരൊക്കെ തന്നെ നെഗറ്റീവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ദെൻ നമുക്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ്, അതായത് നമ്മുടെ ട്രെൻഡ് ലൈനും കാര്യങ്ങളൊക്കെ വരച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 24,750 സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. ഇവിടുന്ന് ഫർദർ ഇന്നലെ വന്നിട്ട് 25,019 വരെയും വന്നിട്ടുണ്ട്. നോക്കാം എന്തായാലും ഇനി മുകളിലോട്ട് കയറി 25,300 ഈ ഒരു ലെവലിലേക്ക്, ഈ പീക്ക് വന്നിരിക്കുന്ന ഈ ലെവലിൻ്റെ തൊട്ട് മുകളിൽ വന്നിട്ട്, അതായത് ഈ സ്വിങ് ഹൈ കട്ട് ചെയ്ത് മുകളിൽ മാർക്കറ്റ് വന്നാൽ തന്നെ അതൊരു ബുള്ളിഷ് ആകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തു, പുൾ ബാക്ക് വന്നു, അതിന് മുകളിലോട്ട്. ഓക്കെ, ഇന്നലത്തെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ മാർക്കറ്റ് നല്ല രീതിയിലൊരു മൊമെൻറ്റം തന്നിട്ടുണ്ട്. നോട്ടേഡ് സോൺ കട്ട് ചെയ്തിട്ട് ഒറ്റ പോക്കായിരുന്നു. 10 മണിക്ക് RBIയുടെ പോളിസി അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ ആ ഒരു പോക്ക് ഒരു അപാരമായ പോക്കായിരുന്നു. എന്തായാലും 51,050 നിന്നും 51,594, ഏകദേശം 550 പോയിൻറ്റിൻ്റെതാണ് ഒറ്റ ക്യാൻഡിലിൽ കയറിപ്പോയിരിക്കുന്നത്. അതുപോലെ അത് ഇറങ്ങി വരികയും ചെയ്തു. 400 പോയിൻറ്റോളം അത് തിരിച്ചിറങ്ങി 604 നിന്നും 150 ഏകദേശം 450 പോയിൻറ്റോളം തിരിച്ചിറങ്ങി വരികയും ചെയ്തിട്ടുണ്ട്. സോ അത് ആർക്കും ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. എന്തായാലും ഇന്നലെ ഒരു ദിവസം 12 മണിക്ക് മുൻപ് ട്രേഡിംഗ് അവസാനിപ്പിച്ചവരൊക്കെ തന്നെ ഇന്നലെ പ്രോഫിറ്റ് ആയിട്ടുണ്ടാവും. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. അപ്പോൾ നിഫ്റ്റിയുടെ ഇന്നൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. നോ ട്രേഡ് സോണായിട്ട് നമുക്ക് CPRനെ ഡിഫൈൻ ചെയ്ത് വയ്ക്കാം. ഈ ഒരു സോണിൽ നമ്മൾ ഫ്രഷ് എൻട്രി എടുക്കാതെ, അതായത് അതിൻ്റെ വാല്യൂസ് പറയുകയാണെങ്കിൽ 25,090 മുതൽ 25,018 വരെയുള്ള ഈ സോണിൽ നമ്മൾ ഫ്രഷ് എൻട്രീസ് എടുക്കുന്നില്ല. ഇവിടെ ആയിരിക്കും മിക്കവാറും മാർക്കറ്റ് ഓപ്പൺ ആവുക. ഗിഫ്റ്റ് നിഫ്റ്റി കണ്ടത് പ്രകാരമാണെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി 25,165 എന്നുള്ള ഈ ഒരു സോണിലായിരിക്കും ഓപ്പൺ ആവുക. അപ്പോൾ അത് നമുക്ക് ഓപ്പണിങ്ങിന് മുകളിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം വേണ്ട. എവിടെയാണോ ഓപ്പൺ ആവുന്നത് മാർക്കറ്റ് അവിടെ ഓപ്പൺ ആയിക്കോട്ടെ. ഇവിടെ 25,181, 165 എന്ന 16 പോയിന്റ് ഈ ഒരു സോണിൽ മാർക്കറ്റ് ഇതിന് മുകളിൽ ഓപ്പൺ ആവുകയാണെങ്കിൽ ഇവിടുത്തെ നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും, താഴോട്ട് ഇറങ്ങില്ല. ഇനി അതല്ല ഇവിടെ ഓപ്പൺ ആയിട്ട് താഴോട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ നോ ട്രേഡ് സോണിൽ മാർക്കറ്റിന് സപ്പോർട്ട് കിട്ടും. ദെൻ ഇന്നൊരു റെയർ കേസ് സിനാരിയോയിൽ മാർക്കറ്റ് 25,398 വരെയും കയറിപ്പോയേക്കാം. ഇനി അഥവാ താഴോട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ അതിന് സപ്പോർട്ട് കിട്ടാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഡേ ലോയാണ്. അതായത് 24,947 മുതൽ 934 വരെയുള്ള 13 പോയിന്റിൻ്റെ ഒരു സോണുണ്ട്. ഇവിടെ നല്ല കട്ട സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അവിടെ നിന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന ഡേ ലോ എന്ന് പറയുന്നത് 24,799 അപ്പോൾ ഈ ഒരു സോണിലും മാർക്കറ്റിന് സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് 25,200, 150-200 ഇടയിൽ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണെങ്കിൽ മാർക്കറ്റ് താഴോട്ട് വരാൻ സാധ്യത കുറവാണ്. അവിടെ നിന്ന് ഫർദർ അപ്പ് മൂവ്മെൻറ്റ് തന്നെ ഒന്നുകിൽ കൺസോൾട്ടേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അപ്പ് മൂവ്മെൻറ്റ് തരും. ഇനി മാർക്കറ്റ് താഴെയാണ് ഓപ്പൺ ആവുന്നത്, ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറി വരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇവിടെ ഇത്രയും റെസിസ്റ്റൻസ് ഉണ്ടാവും. സോ എവിടെ ഓപ്പൺ ആവുന്നു എന്നതിനനുസരിച്ച് ഇന്നത്തെ കാര്യങ്ങൾ തീരുമാനമാകും. എന്തായാലും ഒരു റെയർ കേസ് സിനാരിയോയിൽ മാർക്കറ്റ് 24,717 വരെ ഇറങ്ങി വന്നേക്കാം, അല്ലെങ്കിൽ 25,398 വരെയും കയറിപ്പോയേക്കാം. അത് നമുക്ക് ലൈവ് മാർക്കറ്റിൽ നോക്കി കണ്ടറിയാം. ദെൻ ഓവറോൾ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് സാധ്യത. എനിക്ക് തോന്നുന്നു 25 ഈ ഒരു സോണിൽ ഓപ്പൺ ആവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. 25,181, 150-200 ഇടയിലുള്ള ഒരു സോണിൽ മാർക്കറ്റ് ഓപ്പൺ ആവുമായിരിക്കും.
എന്നിട്ട് ഫർദർ മുകളിലോട്ട് പോകണം എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് ന്യൂസ് എങ്ങനെയാണ് വരുന്നത്, മിഡിൽ ഈസ്റ്റ് വാറിൻ്റെ അവസ്ഥ എന്താണ് എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. സോ അത് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ചിന്താഗതി മാറിപ്പോകും. അതുകൊണ്ട് ഞാനത് ഒഴിവാക്കി നിർത്തിയതാണ്. ടെക്നിക്കൽസിൽ ഇങ്ങനെയാണ് പോകുന്നത്. സോ ബാക്കി കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കോപ്പി ട്രേഡിങ്ങിൽ ജോയിൻ ചെയ്യാൻ ഇപ്പോൾ പുതിയ ഞങ്ങൾ കോപ്പി ട്രേഡിങ്ങിനായിട്ട് പുതിയ സെർവറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു ഫെസിലിറ്റി എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. സോ കൂടുതൽ പേർക്ക് ജോയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഞാൻ ഈ ഇടയിൽ ഇപ്പം 2-3 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1,00,000 രൂപയാണ് ക്യാപിറ്റൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ദെൻ പ്രോഫിറ്റ് ഓർ ലോസ് മന്ത് എൻഡിൽ നമ്മൾ ഓഡിറ്റ് ചെയ്യും. എന്നിട്ട് പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ്, അല്ലെങ്കിൽ ലോസ്. അത് ചെറിയ ട്രേഡുകളാണ് പോകുന്നത്. സോ ഒരു ട്രേഡ് പ്രോപ്പർലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാതിരി പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. എന്നാൽ ലോസ് പോവുകയാണെങ്കിൽ മിനിമം ലോസിൽ നമ്മൾ അവസാനിക്കുകയും ചെയ്യും. റൈറ്റ്. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.